RS ഫുട്ബോൾ ഫാമിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മനുഷ്യർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഇന്ന് രാത്രി നടക്കാൻ പോകുന്ന യുഎഫ ചാമ്പ്യൻസ് ലീഗ് ഫൈനൽ മത്സരത്തെ കുറിച്ചാണ്. ഇന്റർ മിലാൻ വിസസ് PSG. അപ്പോ കുറെ കാലങ്ങളായി ഇപ്പോൾ ഈ ഒരു ഫൈനലിന് വേണ്ടി കാത്തിരിക്കുകയാണ്, പ്രത്യേകിച്ച് PSG ഫാൻസ്. എന്താണെന്നുള്ള അവരുടെ കന്നി കിരീടത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. അപ്പൊ ആരായിരിക്കും നാളത്തെ വിജയി, എന്തായിരിക്കും നാളത്തത്? റെഹാൻ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വന്നിട്ടുണ്ട്. അപ്പൊ എന്താണ് റെഹാൻ നാളത്തെ കളിയെ കുറിച്ച് എന്താണ്? എല്ലാം പറയുന്നതിന് മുമ്പ് ഞാൻ ഒരു ഫാക്ട് പറയാൻ ആഗ്രഹിച്ചിട്ടുള്ളത്. അപ്പോ മ്യൂണിച്ച് തിയറി എന്ന് പറഞ്ഞിട്ട് ഒരു തിയറി ഉണ്ട്, അതറിയോ? എന്താണ് ഇത്? മ്യൂണിച്ചിൽ നടന്നിട്ടുള്ള എല്ലാ കളികളിലും ഇതുവരെ 4 ചാമ്പ്യൻസ് ലീഗ് അവിടെ നടന്നിട്ടുണ്ട് ഫൈനല്. അതന്നെ, അത് 4ലും പുതിയ പുതിയ ഓണറുകളാണ് ചാമ്പ്യൻസ് ലീഗ് നേടിയിട്ടുള്ളത്. പുതിയ ചാമ്പ്യന്മാരാണ് അവിടെ വന്നിട്ടുള്ളത് ഈ ഫൈനലിൽ കളിച്ചത്. ആദ്യത്തില് നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് ജയിച്ചിട്ടുണ്ട്, പിന്നെ മെറിസൽ ജയിച്ചിട്ടുണ്ട്. ഈ പേരൊക്കെ ചാമ്പ്യൻസ് ലീഗിൽ ഈയിടെയായിട്ട് വന്നിട്ട് പോലില്ല. പിന്നെ ഡോട്ട്മുണ്ട് ജയിച്ചിട്ടുണ്ട്, പിന്നെ ബൊറുസിയ ഡോട്ട്മുണ്ട്. പിന്നെ റീസെന്റ് ആയിട്ട് വന്നിട്ടുള്ള ചെൽസി, ഡ്രോഗ്ബ അവരുടെ ഒപ്പം ഒക്കെ ജയിച്ചിട്ടുള്ള ട്രോഫിയാണ് ഈ 4 ടീം. ഞാൻ ഇപ്പൊ പറഞ്ഞ 4 ടീമിനും ഒരു പ്രത്യേകതയുണ്ട്. ഇവര് പുതിയ പുതിയ ടീമുകളാണ് ഈ ട്രോഫി നയിക്കുന്നത്. ഇവർക്ക് ആദ്യത്തെ UCL ആയിരുന്നു ഈ ട്രോഫി. അപ്പോ നാളെ PSG ജയിക്കുന്നതാണ് നീ പറയുന്നത്? 100% ഏകദേശം തിയറി വെച്ച് 100% ഉറപ്പിച്ചോ? തിയറി വെച്ച് നോക്കുമ്പോ ഇങ്ങനെ തന്നെ 100% കാണിക്കുന്നത്. തിയറി വെച്ച് മാത്രം നോക്കരുത്, നാളത്തെ ഒരു കളിയുടെ പെർഫോമൻസ് കൂടി നോക്കുകയാണെങ്കിൽ എനിക്കുള്ളത് ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു 55-40%. 55% PSG-ക്കും 45% ഇന്ററിനുണ്ട്. എന്താണ് ഇന്ററിന് അങ്ങനെ എഴുതിത്തള്ളാൻ പറ്റില്ല. യൂറോപ്പില് അവർക്ക് 3 ചാമ്പ്യൻസ് ലീഗ് എടുത്തിട്ടുണ്ട്. 2010 അവസാനമായിട്ട് ചാമ്പ്യൻസ് ലീഗ് എടുത്തിരിക്കുന്നത്. അതിന് മുമ്പ് 60-കളിലൊക്കെ ചാമ്പ്യൻസ് ലീഗ് ടൈറ്റിൽ വിന്നറാണ്. അവർക്ക് യൂറോപ്പിൽ ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട്. ഇതിന് മുമ്പത്തെ വർഷങ്ങളിൽ അവര് ഫൈനലിസ്റ്റ് കൂടിയാണ്. പക്ഷെ PSG-ക്ക് ആ ഒരു കടമ്പയാണ് കിടക്കുന്നത് നാളെ. എന്താന്ന് പറഞ്ഞാല് ഈ ഫൈനലിന്റെ ആ ഒരു ഇതുണ്ടാവുമല്ലോ, അത് ഇന്ന് പുറത്ത് കയറാൻ പറ്റിക്കഴിഞ്ഞാൽ ലൂയിസ് എൻട്രിക്കിന്റെ കീഴില് PSG-ക്ക് അത് ഒന്ന് തരണം ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അവർക്ക് സിമ്പിൾ ആയിട്ട് കപ്പടിക്കാൻ പറ്റും. എന്താ കാരണം എന്ന് പറഞ്ഞാൽ ഒരു ടെൻഷനാണ് ഈ ഫൈനലിൽ പറഞ്ഞിട്ട് കളിക്കുമ്പോൾ. അത് കപ്പ് നേടുന്നതിന് ഉപരി ആ ടീമിന്റെ ഒരു മെന്റാലിറ്റി ഒക്കെ ഉണ്ട്. ഒരു ടീമിനെതിരെ കളിക്കുമ്പോൾ ഇപ്പൊ പേപ്പറിലും എല്ലാത്തിലും PSG തന്നെയാണ് മുൻപന്തിയിൽ നിൽക്കുന്നത്. കളി കൊണ്ടും മികവോടൊക്കെ PSG ആയിരിക്കും ഒരു കുറച്ചെങ്കിലും മുൻപന്തിയിൽ നിൽക്കുന്നത്. പക്ഷേ ഇന്റർ മിലാന്റെ എക്സ്പീരിയൻസിന് മുന്നിൽ, അവരുടെ ഡിഫെൻഡിങ്ങിന് മുന്നിൽ PSG-ക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളതാണ് നാളത്തെ കളി. ഇതുപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതുവരെ കളികളിലൊക്കെ ഫസ്റ്റ് ഗോൾ ആരടിക്കുന്നു അവർക്കാണ് വിജയശാസ്ത്ര കൂടുതൽ. അതേപോലെ തന്നെ നാളത്തെ കളിയിലും എനിക്ക് പറയാനുള്ളത്, പിന്നെ 2 ഗോൾ കീപ്പർമാരുടെ കൂടെ കളിയായിരിക്കും നാളെ. ഡോണറൂമയുടെയും സോമറിന്റെയും കളി സത്യമായിട്ട് ഇല്ല, അവരുടെ ഒരു ഫോമും എങ്ങനെ ആയിരിക്കും എന്നുള്ള അതിനെ വെച്ചിട്ടായിരിക്കും നാളത്തെ ഒരു കളി. അവരെ മറികടന്ന് ഗോൾ സ്കോർ ചെയ്യാൻ പറ്റുന്ന ടീം തന്നെ ആയിരിക്കും വിജയിക്കാൻ പറ്റുക. സോമർ ഇല്ലെങ്കിൽ ഇവിടെ ബാർസ് എത്തിണ്ടാവും, പിന്നെ ഡോണറൂമ ഇല്ലെങ്കിൽ ഇവിടെ ആർസണൽ എത്തിണ്ടാവുന്നതാണ്. പക്ഷെ ഡോണറൂമയും സോമറിനെയും രണ്ടും ആ ഒരു സെമിഫൈനലില് ബാഴ്സനെയും ആർസണലിനെയും തടങ്കല് ഇട്ടത്, അവരുടെ പ്രതിരോധിച്ചു നിന്നത് ഈ ഡോണറൂമയും സോമറും തന്നെയാണ്. അതിൽ യാതൊരു സംശയമില്ല, അവർ തന്നെയായിരുന്നു അതിൽ. അതുകൊണ്ട് തന്നെ ഡോണറൂം ഇപ്പോ ചാമ്പ്യൻസ് ലീഗ് ബാലൻഡിയോറിൽ 5ാം സ്ഥാനത്തിലേക്ക് എത്തിയാണ്. ബാലൻഡിയോർ റാങ്കിങ്ങിൽ 5ാം സ്ഥാനത്തേക്ക് എത്തിയിട്ടുണ്ട്. അതാണ് ആളുടെ ഒരു കഴിവുകൊണ്ട് തന്നെയാണ് സെമിഫൈനലിൽ അത്രയും നല്ല ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട് ആ ഗോൾ കീപ്പർ എന്ന നിലയ്ക്ക്. അതുകൊണ്ട് തന്നെയാണ് ഡോണറൂമ യും സോമറും തമ്മിലുള്ള മത്സരം. പക്ഷെ നാളെ മെയിൻ ആയിട്ട് കളി ഇരിക്കാൻ പോണത് PSG-യുടെ അറ്റാക്കും ഈ ഇന്റർ മിലാന്റെ ഡിഫൻസും ആയിരിക്കും കളി. അത് എല്ലാവർക്കും അറിയുന്ന കാര്യമൊന്നുമില്ല, അത് അങ്ങനെ തന്നെ ആയിരിക്കും. പക്ഷേ ഇന്റർ ഇപ്പൊ അവസാനത്തെ കളികളൊക്കെ ഇന്റർ കുറച്ചു നേരം കളിക്കുള്ളൂ. പക്ഷെ കളിക്കുന്ന സമയത്ത് ഈ ഫിസിക്കലി ആയിട്ടൊരു കളിയുണ്ട് അവരുടെ ഇന്ററിന്റെ. ഈ ഡംഫീസ് അതേപോലെ തുറാം ഇവരൊക്കെ ഫിസിക്കലി. പക്ഷെ ബാഴ്സന്റെ അതേ ഫിസിക്കൽ ഇതുള്ള ടീമല്ല PSG കുറച്ചുകൂടെ ഫിസിക്കലി കുറച്ചുകൂടെ ഫിറ്റ്നസ് ഉള്ള ആൾക്കാരാണ് ഡിഫൻസിലും മിഡ്ഫീൽഡിലും കളിക്കുന്നത്. അപ്പോ അത് എങ്ങനെ മറികടക്കാമെന്നും ഇന്റർ മിലാൻ ഒരു ഇതാണ്. പക്ഷെ ഈ ആകെ PSG അവസാന മത്സരങ്ങളിൽ ആസ്റ്റൺ വില്ലയ്ക്കെതിരെ മാത്രം സെക്കൻഡ് ലീഗിൽ ഒരു 2-3 ഗോൾ വഴങ്ങിയത്. അതല്ലാത്ത മത്സരങ്ങളിലൊക്കെ അവർ ഒരു ഗോൾ ഡിഫെൻഡ് ചെയ്യാൻ നല്ല മിടുക്കമായി. ലിവർപൂളിനെ പോലെ അറ്റാക്കിംഗ് ഫുട്ബോൾ കളിക്കുന്നവരുടെ മുന്നിൽ അവർ പിടിച്ചു നിന്നിട്ടുണ്ട്. അങ്ങനെ ആഴ്സണലിനെതിരെ ഇവരൊക്കെ അങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റിയിട്ടുണ്ട്. അത്രയും ഡിഫെൻസീവായി കളിക്കാൻ പറ്റിയിട്ടുണ്ട്. എന്താ പറഞ്ഞാല് ഇപ്പോ PSG സംബന്ധിച്ചിടത്തോളം ഡിഫൻസീവ് ഒക്കെയാണ്, മിഡ്ഫീൽഡിലും ഒക്കെയാണ്, അതേപോലെ ഫോർവേഡ് അറ്റാക്കിങ്ങിലും നാളത്തെ ഡെംബല്ലയുടെ ഫോമും കൂടി ശരിക്കും അതൊരു ഇമ്പോർട്ടന്റ് ആണ്. കാരണം ലാസ്റ്റ് കളിയിൽ ഡെംബലെ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് ഇറങ്ങിയത്, അതിനനുസരിച്ചുള്ള പെർഫോമൻസ് ആളുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ടായിരുന്നില്ല. അതിന് മുമ്പത്തെ കളികളിലൊക്കെ ഓക്കെ ആയിരുന്നു. ഇപ്രാവശ്യത്തെ ബാലൻഡിയോറിൽ ഫസ്റ്റിലാണ് നിൽക്കുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ട്രിപ്പിൾ അടിച്ചു കഴിഞ്ഞാൽ ചാമ്പ്യൻസ് ലീഗിൽ ട്രിപ്പിൾ അടിക്കാനുള്ള ചാൻസ് ആണ് ഇപ്പൊ ലൂയിസ് എൻട്രിക്കിനും PSG-ക്കും വന്നിരിക്കുന്നത്. അവരുടെ
തുല്യമായ ഒരു സീസണാണ് ഇത് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. എന്താ പറഞ്ഞാൽ ഷെയ്ക്കിന് ഒരു ചാമ്പ്യൻസ് ലീഗ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് പൈസ ഇറക്കി. എംബാപ്പെ, മെസ്സി, നെയ്മർ ഇവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതൊന്നും ഇല്ലാത്തൊരു സിമ്പിൾ ആയിട്ട് ഒരു ടീമിനെ വെച്ചിട്ട് ലൂയിസ് എൻട്രിക് എന്ന ആ ഒരു കോച്ച് ഉണ്ടല്ലോ, കോച്ച് PSG ഫൈനലിൽ എത്തിച്ചിരിക്കുക. ലീഗ് കപ്പ് അടിച്ചു, അവിടുത്തെ ലീഗ് കപ്പ് അടിച്ചു, അവിടുത്തെ ഫ്രഞ്ച് കപ്പ് അടിച്ചു. ഇനി ഇതും കൂടി ഉള്ളൂ. ഇതും കൂടി അടിച്ചു കഴിഞ്ഞാൽ ട്രിപ്പിൾ ആണ്. ലൂയിസ് എൻട്രിക്കിന്റെ സെക്കൻഡ് ട്രിപ്പിൾ ആണ്. ഇൻസാഗി പക്ഷെ ഇപ്പൊ അത് നോക്കണെങ്കിൽ അവരുടെ രണ്ട് സൈഡുള്ള രണ്ട് ട്രോഫിയും വിട്ട് അവന്റെ ലലീഗ അവരുടെ ലലീഗന്റെ പോലത്തെ ഒരു ലീഗും അവിടുത്തെ ഇറ്റാലിയൻ ലീഗ് പുറത്തായി. അത് അവസാന നിമിഷങ്ങളിലേക്കാണ് ഈ ചാമ്പ്യൻസ് ലീഗ് സെമിഫൈനലില് ബാഴ്സയോട് ജയിച്ച ശേഷം അവർക്ക് അവിടെ പോയി നെപ്പോളി 82 പോയിന്റിനാണ് അവരുണ്ടായത്. 81 പോയിന്റിന് ഇന്റർ മിലാനോ, അങ്ങനെ 1 പോയിന്റ് വ്യത്യാസത്തിൽ അവർക്ക് ലീഗിൽ നഷ്ടപ്പെട്ടു. അതേപോലെ AC മിലാനോട് കൂടിയിട്ട് പരാജയപ്പെട്ടിട്ട് ഇറ്റാലിയൻ കപ്പിൽ നിന്ന് സെമിഫൈനലിൽ പുറത്തായി. പക്ഷെ ഇവർ രണ്ടുപേരും നോക്കുകയാണെങ്കിൽ രണ്ട് നല്ല ടഫ് കോമ്പറ്റീഷൻ ആയിരിക്കും നാളെ ജയിക്കേണ്ട ഒരു ശതമാനം നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ഞാൻ പറയട്ടെ, 60-40 64 PSG, ഇന്റർ മിലാന് 40 കൊടുക്കാണ്. നീ 100% നേരത്തെ പറഞ്ഞല്ലോ, തിയറി വെച്ച് നോക്കുമ്പോ ഇതുവരെ മ്യൂണിക്കിൽ നടന്ന ഫൈനലിൽ ഒരു പുതിയ ടീമാണ് ചാമ്പ്യന്മാരായിട്ടുള്ളത് അല്ലെ. അപ്പൊ ഓക്കെ, അതെന്തായാലും നമുക്ക് നാളെ വൈകുന്നേരം ഗോൾ പ്രഡിക്ഷൻ എനിക്ക് എന്തായാലും ഒന്നേ പറയാനുള്ളൂ, നല്ലൊരു കളി കാണാം. ഈ വിരസമായിട്ട് ഒരു 3-1 ജയിക്കുക, ഏത് ടീമാണ് 3-1 അല്ലെങ്കിൽ 4-1 അങ്ങനത്തെ ഒരു വേണ്ട. നല്ല ഫൈറ്റ് ഗെയിം ഇപ്പൊ സെമിഫൈനലൊക്കെ നടന്നിട്ടുണ്ടല്ലോ, അതേപോലത്തെ ഫൈറ്റ് കാഴ്ചവെക്കാൻ കഴിയണം. വേൾഡ് കപ്പിന് പോലെ, അതെ, അർജന്റീന വേഴ്സസ് ഫ്രാൻസ് വേൾഡ് കപ്പിന് പോലെയൊക്കെയാണ്. നല്ല രസമാണ്. എന്താ പറഞ്ഞാൽ എക്സ്ട്രാ ടൈമിലേക്ക് പോവാ, അല്ലെങ്കിൽ പെനാൾട്ടി, അതൊക്കെ കാണുന്ന പറഞ്ഞാൽ ഈ സീസണിൽ എല്ലാ ലീഗുകളും കഴിഞ്ഞു. ഇനിയുള്ളത് ചാമ്പ്യൻസ് ലീഗ് ഫൈനലാണ്. ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നാഷണൽസ് ലീഗ് വരുന്നുണ്ട്, വേൾഡ് കപ്പ്, ക്ലബ് വേൾഡ് കപ്പ് വരുന്നുണ്ട്, പിന്നെ യോഗ്യതാ മത്സരങ്ങൾ, വേൾഡ് കപ്പ് യോഗ്യതാ മത്സരങ്ങൾ വരുന്നുണ്ട്. 2020 വേൾഡ് കപ്പ് വരുന്നുണ്ട്. അതിന് ഫൈനലിസം വരുന്നുണ്ട് 2026. അപ്പൊ 2026 ഫൈനലിസം വരുന്നത്. അപ്പൊ ഈ ഫുട്ബോൾ ഇനി കണ്ടിന്യൂസ് റെസ്റ്റ് ഇല്ലാത്ത പോക്കാണ്. അതിലിപ്പോ നിരാശ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ ചാമ്പ്യന്മാരായ ലിവർപൂള്, അതേപോലെ ലാ ലീഗ് ചാമ്പ്യന്മാരായ ബാഴ്സലോണയൊന്നും ഇല്ലാതെയാണ് ക്ലബ് വേൾഡ് കപ്പ് നടക്കുന്നത്. എന്താ പറഞ്ഞാല് ക്ലബ് വേൾഡ് കപ്പ് അതിനെന്താ ഇതെന്നറിയോ? അത് പറഞ്ഞാല് ഈ ഒരു 4 കൊല്ലത്തെ ഒരു വിലയിരുത്തലാണ് ഇവര് ഈ ലീഗുകളിൽ 4 കൊല്ലത്തെ പെർഫോമൻസ് എടുത്തതാണ്. അങ്ങനെയുള്ള സമയത്ത് അതില് ലിവർപൂളും ബാഴ്സലോണയൊന്നും ഉൾപ്പെട്ടിട്ടില്ല. അപ്പോ അതിലൊരു സ്റ്റെപ്പ് ഫർദർ ആയിരുന്നു റയല്. അപ്പൊ അവര് റയൽ ഇതിനു മുമ്പ് ചാമ്പ്യൻസ് ലീഗ് നേടിയിട്ടുണ്ട്, ലാ ലീഗ് നേടിയിട്ടുണ്ട്. അങ്ങനെ 2-3 വർഷം നോക്കുകയാണെങ്കിൽ ബാഴ്സയൊക്കെ എന്നാൽ ഈ സീസണിലാണ് എല്ലാം നേടിയത്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ഒരു ഇത് വന്നത്. കുറെ പേരൊക്കെ ഡൗട്ടാണ് എന്തുകൊണ്ട് ബാഴ്സലോണ ലിവർപൂൾ ഇല്ലാണ്ട് ക്ലബ് വേൾഡ് കപ്പ് നടക്കുന്നുണ്ട്. അത് ചാമ്പ്യന്മാരാണല്ലോ. പക്ഷെ ഇത് കഴിഞ്ഞ 4 സീസൺ അനുഭവിച്ചു. ഇപ്പൊ അടുത്ത സീസണിൽ ചിലപ്പോ എന്നല്ല, അടുത്ത സീസണിൽ എന്തായാലും ബാഴ്സ ഉണ്ടാവും വിചാരിക്കുന്നത്. ലിവർപൂൾ ഉണ്ടാവും, ലിവർപൂൾ ചാമ്പ്യന്മാരാണ്. അപ്പോ എന്താണ് ഗോൾ പ്രഡിക്ഷൻ? എപ്പോഴും എന്റെ തന്നെ എത്തിച്ചേരണല്ലേ? പറയും, ഞാൻ പറഞ്ഞല്ലോ. ഓക്കെ, 1 ലെഗ് മാച്ച് ആണ്. അപ്പോ തീ പറഞ്ഞ ആളായിരിക്കും 90 minutes ഓഫ് ഫയർ, 90 minutes ഓഫ് ഹെല്ല് തന്നെ പറയാം. രണ്ട് ടീം ആയിക്കോട്ടെ, പക്ഷെ ഇതിൽ കാര്യത്തിലേക്ക് വാദി ഒരു ബാർസയ്ക്കും റയലിനും പറഞ്ഞതുപോലെ തന്നെ 3-2 അല്ലെങ്കിൽ 4-5. 4-5 എത്തോ? ഇത് ഇങ്ങനെ നിങ്ങളുടെ പ്രൊഡീഷൻ വന്നു കഴിഞ്ഞാൽ, ഇതേപോലെ നിലവാരത്തിൽ കളി വന്നു കഴിഞ്ഞാൽ അത് ഫുട്ബോൾ ആരാധകർക്ക് നല്ലൊരു വിരുന്ന് തന്നെ ആയിരിക്കും. എന്റെ ഒരു കൺസെപ്റ്റില് 2-1 അല്ലെങ്കിൽ 3-2 അത്ര വരാൻ ചാൻസ് ഉണ്ട്. എന്താ പറഞ്ഞാൽ ഫൈനലാണ്. അപ്പൊ അത് അത്രയ്ക്കും ഡിഫെൻസീവ് ആയിട്ട് നോക്കിയിട്ട് കളിക്കും. പിന്നെ ചരിത്രങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. 2 ഗോളിന് ജയിച്ചു നിന്നിട്ട് ആ ടീം 3-നും 4 ഗോളിനും തോറ്റിട്ടൊക്കെ ഉണ്ട് ചരിത്രങ്ങൾ ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഈ അടുത്ത സീസണുകളിലൊക്കെ ചൈനലിൽ എത്തിക്കഴിഞ്ഞാൽ ഒരു ടീം ഡൊമിനേഷൻ ഉണ്ടാവും. ഇപ്പൊ ഇതിൽ പേപ്പറുകളിലൊക്കെ നിൽക്കുന്നത് നമ്മുടെ PSG തന്നെയാണ്. പക്ഷെ ഇന്ററിന് ഒരു ചരിത്രമുണ്ട്. ഇന്റർ ഏത് കൊലകൊമ്പന്മാരെയും വീഴാക്കാനുള്ള ചരിത്രമുണ്ട്. കാരണം ബാഴ്സലോണയായിട്ട് അത്രയും ടൈറ്റ് മത്സരത്തിലായിരുന്നു. അത് 2 ലെഗുകളിലായിരുന്നു. പക്ഷെ ഇതൊരൊറ്റ കളിയുള്ളൂ. അതും ഓപ്പോസിറ്റ് ബാഴ്സയെക്കാളും ഒരു പൊടിക്ക് ഇപ്പോ ഫോമിൽ നിൽക്കുന്നത് PSG ആണ്. നിങ്ങള് എല്ലാരും പറയണ ഇപ്പൊ ഉസ്മാൻ ഡെമ്പളയാണ്. പക്ഷെ നിങ്ങള് ഉസ്മാൻ ഡെമ്പളിൽ തൊട്ട് റൈറ്റിൽ ഒരാളാണ്. അതാരാ? അത് പറയും, ഡുവ ഇപ്പൊ നല്ല മിന്നും ഫോമിൽ കളിക്കുന്നുണ്ട്. അതേപോലെ നമ്മുടെ നെപ്പോളിയിൽ നിന്ന് വന്നിട്ട് PSG നെപ്പോളിയും കവറാസ്കേലിയ നെപ്പോളിയിലും ട്രോഫി അടിച്ചു, ഇവിടെ ലീഗ് അടിച്ചു. 2 ലീഗാണ് ഒരു സീസണിൽ അടിച്ചിരിക്കുന്നത്. അതേപോലെ പ്രാവശ്യം ചാമ്പ്യൻസ് ലീഗ് അടിക്കുമ്പോൾ ആളെ സംബന്ധിച്ചിടത്തോളം കാലം 2 ലീഗ് ഡേറ്റുകളിൽ ഒരു ഫ്രഞ്ച് കപ്പ്, ഒരു ചാമ്പ്യൻസ് ലീഗ്, അങ്ങനെ ട്രിപ്പിളും പ്ലസ് 1 കൂടി അടിക്കുന്ന ഒരു താരമായിട്ട് മാറാൻ പോണ്. അപ്പൊ ആളുടെ ഗോളുകളും ഇതൊന്നും ഇല്ലെങ്കിലും ആളുടെ ഒരു ഇമ്പാക്ട് ഉണ്ട്. ആ വിങ്ങുകളിൽ ഉണ്ടാക്കുന്ന ഒരു ഇത് ഭയങ്കര ഡേഞ്ചർ തന്നെയാണ് എതിർ ടീമിന്, ഡിഫൻസിന്.
അപ്പൊ നാളത്തെ കളിയിൽ എന്റെ ഒരു പ്രതീക്ഷ ഇതാണ് 2-1 അല്ലെങ്കിൽ 3-2. അത് 3-1 ആവാനും ചാൻസ് ഉണ്ട്. അങ്ങനെയുള്ള ഒരു നിലവാരത്തിലാണ് PSG ജയിക്കുന്നതന്നെ വിചാരിച്ചു. പക്ഷെ എന്റെ ഒരു ആഗ്രഹം അത് പോയി. ബാഴ്സ വിസസ് PSG മത്സരമായിരുന്നു. പക്ഷെ അതൊക്കെ ആണെങ്കിൽ ഇതിനേക്കാൾ ഇതിപ്പോ ഓക്കെ എനർജിക്ക് ഒരു കുറവില്ല. പക്ഷെ ബാഴ്സയും PSG ആയിരുന്നെങ്കിൽ ഇപ്പൊ തന്നെ അതിന്റെ ഒരു ഇത് വൈബ് വല്ലാണ്ട് എത്തിയിട്ടുണ്ടാവും. എന്താ പറഞ്ഞാൽ ആ രണ്ട് ടീമുകളുടെ ഒരുപാട് ഫാൻസും കാര്യങ്ങളും ഒക്കെ അത്രയും ലെവലിൽ കളിക്കുന്ന ഒരേ സ്റ്റാൻഡേർഡിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് ടീമുകളായിരുന്നു. പക്ഷെ വിധിയില്ല ബാഴ്സയ്ക്ക്. അതുകൊണ്ട് ബാഴ്സ സെമിഫൈനലിൽ പുറത്തായി. ഇനി നമുക്ക് ഇവരുടെ സ്റ്റാറ്റസിലേക്ക് നാളെ അല്ല ഒരു പ്രഡിക്ഷൻ PSG പ്രഡിക്ഷൻ സ്റ്റാർട്ടിംഗ് ലെവൽ നോക്കുകയാണെങ്കിൽ ഫ്രണ്ടില് ഡെസൈഡുവോ, പിന്നെ ഉസ്മാൻ ഡെമ്പലെ, വിങ്ങില് കവറാസ്കേലായിരിക്കും. പിന്നെ മിഡ്ഫീൽഡിലേക്ക് നോക്കുകയാണെങ്കിൽ ജോൺ നെവസ് ഉണ്ടാവും. പിന്നെ ആളുടെ ഒപ്പം തന്നെ വിൻതാനിയ ആൻഡ് ഫെബ്രീൻ റൂയിസ് ഉണ്ടാവും. ഡിഫൻസിലേക്ക് കടക്കുകയാണെങ്കിൽ ഹക്കീമി, മാർക്കിനിയോസ്, പച്ചോ ആൻഡ് നുമോ മെൻഡി ഉണ്ടാവും. പിന്നെ ഗോളിയായിട്ട് വേറെ ആരില്ല, നമ്മളെ ഡൊണറുമ തന്നെ ആയിരിക്കും. അത് ഓബിയസ്ലി ഇതാണ്, ഡൊണറുമയാണ്. അപ്പൊ ഇത് തന്നെയായിരിക്കും സാധ്യത ലിസ്റ്റ്. അപ്പൊ ഇന്ററിന്റെ സാധ്യത ലിസ്റ്റിലേക്ക് കടക്കുകയാണെങ്കിൽ ഇന്ററിന്റെ ഗോൾ കീപ്പറായിട്ട് വേറെ ആരുമല്ല, സോമർ തന്നെ ആയിരിക്കും ഗോൾ കീപ്പറായിട്ട്. ഡിഫൻസിലേക്ക് വരുവാണെങ്കിൽ ബെസ്റ്റോണി ഉണ്ടാവും, അക്രബി ഉണ്ടാവും, അതുപോലെ പവാഡ് ആയിരിക്കും. ഇവര് 3 പേരായിരിക്കും ഡിഫൻസ് ഉണ്ടാവുക. അതേപോലെ മിഡ്ഫീൽഡിലേക്ക് വരുമ്പോൾ ഇവര് 5 മിഡ്ഫീൽഡായിട്ടായിരിക്കും കളത്തിലിറങ്ങാൻ പോകുന്നത്. ഡിമാർക്കോ ഉണ്ടാവും, മക്കിറ്റീനി ഉണ്ടാവും, അതേപോലെ ചലങ്കോലി ഉണ്ടാവും, ബരല്ല ഉണ്ടാവും, അതേപോലെ ഡംഫ്രീസ്, ഇവരാണ് ഉണ്ടാവുക. അറ്റാക്കിങ്ങിലേക്ക് വരികയാണെങ്കിൽ ലൗതാറോ മാർട്ടീനസും അതേപോലെ തുറാമും ഉണ്ടാവുക അറ്റാക്കിങ്ങിലേക്ക്. അപ്പൊ ഈ ഒരു സ്റ്റാർട്ടിംഗ് 11 ആയിരിക്കും നാളെ ഫസ്റ്റ് 11 ആയിട്ട് വരാൻ. എന്താ പരുക്കുകളും ഒന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്യാത്തത് കൊണ്ട് തന്നെ ഈ ഒരു സ്റ്റാർട്ടിംഗ് 11 ആയിരിക്കും ഉണ്ടാവുക. പിന്നെ കളിക്കിടയിൽ എന്തൊക്കെ പറ്റുന്നു അതിനനുസരിച്ചുള്ള ചേഞ്ചുകൾ. രണ്ട് കോച്ചുമാർ നിസ്സാരക്കാരല്ല. ഒരാള് ചാമ്പ്യൻസ് ലീഗ് നേടിയിട്ട് കുറച്ച് കാലമായി, 10-15 കൊല്ലമായി. മറ്റാള് ചാമ്പ്യൻസ് ലീഗ് PSG വേണ്ടിയിട്ട് ചാമ്പ്യൻസ് ലീഗ് കണ്ടിട്ടില്ല. ആളും ചാമ്പ്യൻസ് ലീഗ് നേടിയിട്ട് ഒരു 10 കൊല്ലത്തോളം ആവാനായി. സെക്കൻഡ് ട്രിബിളാണ് വരാൻ പോകുന്നത്. അപ്പൊ എന്തായാലും നാളത്തെ കളി, അപ്പൊ കളി എന്തായാലും ഇന്ന് രാത്രി 11 മണിക്ക് UAE സമയം, ഇന്ത്യൻ സമയം നാളെ പുലർച്ചെ 12:30 മണിക്കുമാണ് നടക്കാൻ പോകുന്നത്. അപ്പൊ എല്ലാവരും കളി കാണുക. അതിനു മുമ്പ് തന്നെ നിങ്ങളുടെ വിലപ്പെട്ട പ്രഡിക്ഷൻ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആര് ജയിക്കും, എത്ര ഗോളിൽ എന്നുള്ളതൊന്ന് രേഖപ്പെടുത്തുക. Will history repeat itself? Will PSG be winners or Inter Milan will be winners? ആ കമന്റ് ബോക്സ്, ആ പ്രഡിക്ഷൻ നിങ്ങൾ കമന്റ് ബോക്സിൽ ആഡ് ചെയ്യുക. എത്ര ഗോളിന് ആര് ജയിക്കും. ഇതോടുകൂടി ഈ വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണുന്നവരെ ബൈ ബൈ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടന്റെ അടുത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ഞങ്ങളുടെ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയി ഡെയിലി എത്തിച്ചേരും.